അനീഷ് സാറല്ലേ? ബർത്ത്ഡേ അല്ലേ? ഒന്ന് വിഷ് ചെയ്യാൻ കരുതി വന്നതാ. ഞങ്ങളെ മനസ്സിലാവില്ല, ഞങ്ങളറിയോ? സാറിന്റെ ബർത്ത്ഡേ ആയിട്ട് കൊടുത്തു വിട്ടതാ, ഞങ്ങളുടെ കയ്യില് കൊടുത്തു വിട്ടതാ. ആരായിരിക്കും? ബർത്ത്ഡേ ഗിഫ്റ്റ് എക്സ്പെക്ട് ചെയ്തിരുന്നോ? കിട്ടാറുണ്ടോ? പിള്ളേര് തരാറുണ്ട്, പിന്നെ വൈഫ് തരാറുണ്ട്. ഞാൻ തിരക്കിലായിരുന്നു, പുള്ളിക്കാരത്തി ഈ പറഞ്ഞ എക്സാം അതിന്റെ തിരക്കിലായിരുന്നു. അതൊന്നും എഴുതിയിട്ടില്ല. എക്സൈറ്റഡ് ആണോ? സർപ്രൈസ്ഡ് ആണോ? പ്രതീക്ഷിച്ചിരിക്കണില്ല. പ്രതീക്ഷിച്ചില്ല. വൈഫ് വിഷ് ചെയ്തിരുന്നോ രാവിലെ? വൈഫ് രാവിലെ വിഷ് ചെയ്തില്ല. എന്നാ വൈഫ് വിഷ് ചെയ്യാൻ വേണ്ടി കൊടുത്തു വിട്ടതാ. അതെ, ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ സ്പെഷ്യൽ ആക്കാൻ വേണ്ടിട്ട്. അതായിരിക്കും രാവിലെ വിഷ് ചെയ്യാൻ. അതൊക്കെ പറയാം. വൈഫിന്റെ അടുത്ത് എന്താ പറയാനുള്ളേ? വൈഫിനോട് എന്താ പറയാനുള്ളേ? വൈഫിനോട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സത്യത്തില് ഞാൻ പുള്ളിക്കാരത്തി പിണങ്ങിയിരിക്കായിരുന്നോ? അത് കാരണം ഇന്നിപ്പോ ഇതിങ്ങനെ കൊണ്ടു തന്നതില് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പുള്ളിക്കാരത്തി എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ കൊളായെന്ന് ചോദിച്ചിരിക്കായിരുന്നു അല്ലേ? കൊളായിട്ടാണ് എന്തിനും ചെയ്യുന്നത്. കാരണം രാവിലെ എന്നോട് അല്ല പിണക്കം എന്ന് വെച്ചാൽ ചെറിയ പിണക്കമുള്ള. പക്ഷെ ഇത് രാവിലെ പിള്ളേർ എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ എന്തോ അപ്പയ്ക്ക് വേണ്ടി എന്തൊക്കെയോ അമ്മ വാങ്ങിച്ചതൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പ്രതീക്ഷിച്ച വീട്ടിലാണ്, പക്ഷെ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ സർപ്രൈസ്ഡായി പോയി. ഇങ്ങനെ ഒരു കാര്യം ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. വൈഫാണ് ചെയ്തെങ്കിലും വൈഫിനോട് നന്ദില്ലാണ്ട് വേറെ എന്താ പറയാ. കാരണം ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പിണങ്ങിയത് എന്തായാലും നന്നായില്ലേ? ഓക്കെ, അപ്പൊ ഹാപ്പിയാണ്. ഓക്കെ, മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു ട്ടാ.